എന്നും ചെടിത്തോട്ടത്തിൻ്റെ വീഡിയോസ് അല്ലേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറ്. ഇന്ന് ഞാനതേ നല്ല ഓർഗാനിക് പച്ചക്കറി നമ്മുടെ വീട്ടിലുണ്ടായതിൻ്റെ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, ഈ വലിയ ആഴ്ചകൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഈസ്റ്ററിനോടനുബന്ധിച്ച് വരുന്ന വലിയ ആഴ്ചകളിലൂടെ കടന്നു പോവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നൊയമ്പ് നോക്കുന്നവരുണ്ടാവും, 50 ദിവസം നൊയമ്പ് നോക്കുന്നവരുണ്ട്. അതുപോലെ ഈ ആഴ്ചകളിൽ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 50 ദിവസവും നമ്മുടെ വീട്ടിലെ പച്ചക്കറി ഉപയോഗിച്ച് മാത്രം ആഹാരം കഴിച്ചിട്ടുള്ളതുകൊണ്ട് ആ സന്തോഷമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പച്ചക്കറി ഒരു രീതിയിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ മറ്റ് രാസവളങ്ങളോ ഇല്ലാതെ ഉണ്ടാക്കിയതാണെന്ന് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതിന് എന്നെ സഹായിച്ചത് കുറച്ച് നീറും അതുപോലെ തന്നെ വെണ്ണീറുമാണ്. വെണ്ണീർ എന്ന് പറഞ്ഞാൽ ചാരം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ചാരവും അതുപോലെ കുറച്ച് ചാണകപ്പൊടി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നു. അത് മാത്രമാണ് നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ഈ പച്ചക്കറിയുടെയൊക്കെ നമ്മുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല എന്ന് ഓർത്ത് പരിതമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും വീടിൻ്റെ ഒരു സൈഡിൽ വെയിലുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രമ്മുകളിലും അതുപോലെ വലയൊക്കെ വളച്ച് അതിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഓരോന്ന് എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ തോട്ടം നിങ്ങൾക്കറിയാലോ, കുറേ ഏരിയ തന്നെ നമ്മുടെ ചെടിത്തോട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടിത്തോട്ടത്തിൽ ഇതുപോലെ ചെടികൾ മാത്രം വയ്ക്കുമ്പോൾ എല്ലാവരും പറയും, നിങ്ങൾക്ക് എന്ത് പച്ചക്കറി നട്ടുകൂടെ ഇവിടെയെന്ന്. പക്ഷേ പച്ചക്കറിയുണ്ട്. നമ്മളങ്ങനെ എന്താ പറയുക, ചെടികൾക്ക് മാത്രമല്ല, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി വിൽക്കാനൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും നമ്മളിവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഇത് നട്ടിരിക്കുന്നത് നമ്മുടെ ഇതേപോലെയുള്ള ഡ്രമ്മുകളിലും അതുപോലെ വല കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനത്തിലൊക്കെയാണ് ഈ പയറും അതുപോലെ ഇതുപോലെയുള്ള വെണ്ടയൊക്കെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ നീറിൻ്റെ വിശേഷമാണ്. നമ്മുടെ നീറെന്ന് പറയുന്ന പുളിയുറുമ്പെന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ആളുകൾ പെട്ടെന്ന് നശിപ്പിച്ച് കളയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവർ ഭയങ്കര ഉപകാരികളാണ്. നമ്മുടെ ചെടികൾ അല്ലെങ്കിൽ നമ്മുടെ പയറ് അല്ലെങ്കിൽ വെണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോഴേക്കും, പൂവുണ്ടായി വരുമ്പോഴേക്കും അതിൽ കൂമ്പിൽ കറുത്ത ഒരു പൊടി പോലെ പ്രാണികൾ വരും, അല്ലെങ്കിൽ വെളുത്ത വെള്ളീച്ച പോലെ ഒരു സംഭവം വരും. ഇത് തിന്നാനാണ് ഈ പുളിയുറുമ്പുകൾ വരുന്നത്. ഈ കൊച്ചു കൊച്ചു പ്രാണികളെയും കീടങ്ങളെയൊക്കെ തിന്നാനാണ് നമ്മുടെ നീറ് വരുന്നത് കേട്ടോ. അവർ പല സ്ഥലത്തും ഇലയൊക്കെ വളച്ചു കൂട്ടി അവരൊരു കൂടൊക്കെ ഉണ്ടാക്കി അവിടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കളയണ്ട. ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തോന്നി. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പയറ്, നമ്മുടെ ഇതിനകത്ത് നീരൂറ്റി കുടിച്ച് പ്രാണികൾ നീരൂറ്റി കുടിച്ചൊന്നും പയറ് ചീത്തയായിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പയറ്, വെണ്ട, ഇതൊക്കെ നമുക്ക് കിട്ടിയത് നീറ് കാരണമാണ്. അതുപോലെ മാവിലൊക്കെ നീറുണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട കേട്ടോ. മാവിലൊന്നും അധികം പുഴുക്കേടുണ്ടാവില്ല എന്നാണ് പറയാറ്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ അവിടെയൊക്കെ നീറില്ല എന്നുള്ളത്. പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് നീറോ അല്ലെങ്കിൽ മരത്തിൽ എവിടെയെങ്കിലും കൂടിയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഇതുപോലുള്ള പച്ചക്കറിയുള്ള ഭാഗത്ത് അവരെ കൊണ്ടുനടുക, അല്ലെങ്കിൽ ആ ഇല അങ്ങനെ തന്നെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് അപകടകാരിയാണ്. നമ്മുടെ മേത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് എന്നിട്ട് ഒരു ചെറിയൊരു വേദനയോടുകൂടി കടിക്കാനിടയുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെയുള്ള നീറുകളെ കിട്ടുകയാണെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. ചീരവിത്ത് എങ്ങനെയാണ് പാകിയെന്ന് വെച്ചാൽ, നമുക്ക് ചീരവിത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് പാകി മുളപ്പിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ വളക്കടകളിലൊക്കെ നല്ല വിത്തുകൾ കിട്ടുന്ന കടകളിലൊക്കെ വാങ്ങി ചെല്ലുന്ന നല്ല ഇനം ചീരവിത്ത് കിട്ടും. ഏത് വിത്തിൻ്റെ ആയാലും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പാകണം. കുറേ ദിവസമൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുള്ള വിത്തുകളൊന്നും മുളക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സീസണിൽ എടുത്തിരിക്കുന്ന അതിൻ്റെ ഡേറ്റൊക്കെ നോക്കി, എക്സ്പയർ ഡേറ്റൊക്കെ നോക്കിയിട്ടുള്ള വിത്തുകൾ വാങ്ങാം. ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള ഒരു ഭാഗത്ത് മണ്ണ് ഹസ്ബൻഡ് ശരിക്കും ഇളക്കി അതിനകത്ത് ചാണകപ്പൊടിയും അതുപോലെ വെണ്ണീർ അല്ലെങ്കിൽ ചാരം, നമുക്ക് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് നമ്മുടെ ചാരം തന്നെയാണ്. ഈ ചാരം കൂടി നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് നിലം അങ്ങോട്ട് ഒരുക്കിയിട്ട് ചീരവിത്ത് പാകി കൊടുക്കുകയും ചെയ്തത്. പിന്നെ അത് മുളച്ച് വന്ന് ഒരു 3-4 ഇലയാകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇതുപോലെ ഒന്നുകിൽ ചാണകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചാണകം ഒന്നും കൂടി തൂടുക. വേറെ ഒരു വളവും ഈ ചീരയ്ക്ക് വേണ്ട. കാരണം ചീരയ്ക്ക് കൂടുതൽ നൈട്രജൻ കണ്ടൻറ്റുള്ള വളമാണ് വേണ്ടത്. കാരണം അതിൻ്റെ ഇലയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ വെയിലും കൂടി ഉണ്ടെങ്കിൽ ചുവന്ന ചീരയാണെങ്കിൽ നല്ല ചുവപ്പുള്ള ചീര ഇലകൾ കിട്ടും. പച്ചയാണെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ പച്ച കളറിലുള്ള ചീരയായാലും നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഒരു പാകമാകുമ്പോൾ മുറിച്ചെടുത്താൽ വീണ്ടും അതിനകത്തുനിന്ന് നമുക്ക് ചീര ഇലകൾ വീണ്ടും ഉണ്ടാവും, അത് എടുക്കാൻ പറ്റും. അപ്പോൾ ചീര ഞങ്ങൾ പാകിയത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നട്ടിരിക്കുന്നത് പയറാണ്.
പയറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നല്ല കാർഷിക ഓഫീസുകളിലോ അല്ലെങ്കിൽ എവിടെയും ചെന്ന് നല്ല വിത്തുകൾ കിട്ടും. ഈ വിത്തുകൾ ചെറിയ പാക്കറ്റുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ തലേ ദിവസം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചു പയർ. അതിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ചെറിയ ചെറിയ പാത്രങ്ങളിൽ മണ്ണ്, നല്ല ഇളക്കമുള്ള മണ്ണ്, അല്പം ചകിരിച്ചോറ് കൂടി ചേർത്തിട്ട്, നമ്മൾ കുറച്ച് ചകിരിച്ചോറ് കൂടുതലായാലും കുഴപ്പമില്ല, അത് നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ നമ്മളത് വെച്ചിട്ട് അതിനകത്ത് ഓരോ വിത്തുകൾ ഇട്ട് മുളപ്പിച്ച് അതൊരു 4 ഇല 5 ഇല പാകമായപ്പോഴാണ് ഇതേപോലെ നമ്മൾ ഒരു എന്താ പറയുക, വലിയ ഡ്രമ്മുകളാണെങ്കിൽ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലകൾ കിട്ടും, ഇതുപോലെയുള്ള വലകൾ സ്ക്വയറിലുള്ളത് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് ഉപയോഗിച്ച് വെർട്ടിക്കൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് ഒത്തിരി പേര് അത് കണ്ടിട്ട്, അത് വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പൊക്കെയാണ്. അതിന് മുമ്പ് ഒരു 2 വർഷം 3 വർഷം പഴക്കമുള്ള ഇതാണ് ഈ ഒരു സംഭവം. അത് ഒരു കാരണവശാലും നമുക്ക് നഷ്ടമല്ല. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ച് കെട്ടി, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും എന്താ പറയുക, ഈ പയറും അതുപോലെ തന്നെ വെണ്ടയും നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇതിന് നട്ടിരിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് വളരെ രസമാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാത്തരം അടിച്ചു വാരുന്ന വേസ്റ്റും അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റ്, അതുപോലെ ഇതെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അതിനകത്ത് കുറച്ച് ചാണകം ഇട്ട് അതുപോലെ ചാരം കിട്ടുന്നത് എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അതങ്ങനെ ഈ ഓരോ പോട്ടിൽ നിറച്ചിട്ട്, അപ്പോൾ വിത്ത് പാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ മണ്ണും കൂടി നമ്മൾ ഇതേപോലെ, നല്ല മണ്ണല്ല, ഇതുപോലെ പോട്ടി മിക്സ് തയ്യാറാക്കി വെക്കണം. അപ്പോൾ പെട്ടെന്ന് ഒരു ആഴ്ച 2 ആഴ്ച കൊണ്ട് നമുക്ക് പറിച്ച് നടാവുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഇത് ഒരുക്കിയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ നിറച്ചിരിക്കുന്ന മണ്ണുണ്ട്, അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട്, പഴത്തുണ്ട്, എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാത്തരം വേസ്റ്റും, കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് അതോ എന്തായിക്കോട്ടെ, ഉണങ്ങിയല്ല, എല്ലാം നമുക്ക് ഇതിൽ പോട്ടിംഗ് മിക്സ് ആയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മളിതുപോലെ കുറച്ച് ചാണകവും ചാരം, നമ്മുടെ വെണ്ണീർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ചാരം തന്നെ, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഞങ്ങൾ വലിയ വിസ്താരമുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ അതിനകത്ത് 3-4 തൈകൾ നട്ടിട്ടാണ് അത് പയർ നമ്മൾ നട്ടിരിക്കുന്നത്. പയർ മാത്രമല്ല, വെണ്ട, വഴുതന, ഇതെല്ലാം. അപ്പം ഇത് നമ്മൾ പാകി വേറൊരു പാത്രത്തിൽ പിടിപ്പിച്ചതിന് ശേഷം നടുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേഗം വേരോട്ടം കിട്ടും, നല്ല പൊട്ടി മിക്സിലേക്ക് നമുക്ക്. അതേസമയം നേരെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ വിത്ത് പാവി മുളപ്പിച്ച് എല്ലാം നെയ്മി ചിലപ്പോൾ വളം കൂടുതലുള്ളതുകൊണ്ട് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 4-5 ഇല പരുവാകുമ്പോൾ നമ്മളിതുപോലെ മാറ്റി നട്ടാൽ മതി. ഇപ്പോൾ പയറൊക്കെ എന്ന് വെച്ചാൽ ഒരു 4-5 ദിവസം നുള്ളി കഴിഞ്ഞാൽ നമുക്കൊരു ഉപ്പേരിക്കുള്ളത് കിട്ടും. ഇനിയിപ്പോൾ അവിയലോ അല്ലെങ്കിൽ ചെറിയൊരു തോരനൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഒടിച്ചെടുക്കുന്ന ഭാഗമാണെങ്കിൽ ആ സമയത്ത് നമുക്കിത് പാകം നോക്കിയിട്ട് നമുക്ക് എടുത്ത് പയറായാലും ഉപയോഗിക്കാം. മറ്റേ പയർ എന്ത് സാധനമായാലും നമുക്ക് ഇതേപോലെയുള്ള ഡ്രമ്മുകളിലോ ഇതുപോലെയുള്ള സംവിധാനത്തിലൊക്കെ നടുകയാണെങ്കിൽ നല്ല ഉഷാറായിരിക്കും. പിന്നെ വെണ്ട ഇതുപോലെ തന്നെ, ഇവർക്കൊക്കെ വെയിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. വെണ്ട ഇതുപോലെ തന്നെ വിത്ത് നമ്മൾ പാകി വേറെ ഇതിൽ പിടിപ്പിച്ചതിന് ശേഷം അത് നട്ടതാണ്. വെണ്ടയ്ക്കും നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഒരു പ്രത്യേകത അറിയാലോ, കൂമ്പ് വരുമ്പോഴേക്കും അതിനകത്ത് വെള്ളീച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് പോകാതിരിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ എന്താ പറയുക, ചാരം ഉണ്ടല്ലോ, ചാരം തുള്ളി കൊടുത്താൽ മതി. ഇപ്പോൾ ചീരയിലൊക്കെ ചിലപ്പോഴൊക്കെ കറുത്ത സ്പോട്ട് വരും, അതിനകത്ത് നമ്മൾ വിഷടിക്കാനോ ഒരു കീടനാശിനി അടിക്കാനൊന്നും പോകരുത്. ചാരം നമ്മൾ ഒന്ന് എന്തെങ്കിലും കത്തിച്ചിട്ട് ആ ചാരം ഒന്ന് തുള്ളി കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം പോകും. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കുറച്ച് വെണ്ടയുടെ ചുവട്ടിൽ കുറച്ച് എല്ലുപൊടിയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഉള്ള ചാണകപ്പൊടിയും അതുപോലെ വെർമി കമ്പോസ്റ്റും ഇങ്ങനെയുള്ള സാധനങ്ങൾ വെണ്ടയ്ക്ക് മതി. അപ്പോൾ വെണ്ട ഇതുപോലെ തന്നെ വർഷങ്ങളോളം നമുക്കതിൻ്റെ ആയുസ്സുള്ള ചെടിയാണ്. നമുക്കതിൽ നിന്ന് ഓരോ ദിവസവും ഈ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ വെണ്ടയ്ക്ക് കിട്ടും. പെട്ടെന്ന് മൂക്കുന്നൊരു സാധനമാണ്. അപ്പോൾ വെണ്ടയ്ക്ക് നമുക്ക് ഇതുപോലെ നടാൻ പറ്റിയൊരു സംഭവമാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലെ ഒരു സൈഡാണ്, ബാക്ക് സൈഡാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് കുറച്ച് വെയിലുള്ള ഭാഗമുണ്ട്. അവിടെയാണ് നമ്മുടെ ഇവിടെയുള്ള ഡ്രമ്മുകളിലും അതുപോലെ കുറച്ച് താഴെയൊക്കെ ആയിട്ട് ഇതേപോലെ പച്ചക്കറികൾ നട്ടിരിക്കുന്നത്. അവിടെയും വെണ്ടയുണ്ട്. കുറച്ച് വെയിൽ കുറവാണ് കേട്ടോ, അതാണ് ഇത്ര ഉഷാറ് കുറവായിട്ട് നിൽക്കുന്നത്. പച്ചമുളകുണ്ട്. നമ്മൾ പടർത്തി ഉണ്ടാക്കുന്ന നമ്മുടെ എന്താ പറയുക, മീറ്റർ പയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇത് പൂ കുത്തിയിട്ടുള്ളൂ. ഇതിലും നമ്മുടെ നീറൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവർ വേണം, അവരുണ്ടായാലാണ്. അല്ലെങ്കിൽ എന്താ പറയുക, പുഴുക്കളൊക്കെ വരും. ഒറ്റ പുഴുക്കേടുകളോ ഒരു പ്രാണികളോ ഒന്നുമില്ല, നല്ല രീതിയിൽ വരുന്നുണ്ട്. കണ്ടോ, ഇത് ഞങ്ങളിങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ പടർത്താനായിട്ടൊരു സൗകര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും നല്ല ഉഷാറായിട്ട് വരുന്നത്. ഇത് നമ്മുടെ ചാരം ഇതുപോലെ തന്നെ നമ്മൾ കത്തിച്ചത് നമ്മളിതുപോലെ ഇതിൻ്റെ ചുവട്ടിലുകളിലൊക്കെ വെറുതെ ചുമ്മാ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. ചാരമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചാരം കിട്ടാനില്ലെങ്കിൽ പൊട്ടാഷ്യം ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ പയറുകളെല്ലാം നല്ലോണം വളർന്നതേ ഇതിനകത്തൊക്കെ കായുണ്ടായി തുടങ്ങി. നമ്മുടെ നീറ് ഇപ്പോഴും ഇതിനകത്തുണ്ട്, ഉണ്ടോ.
ഇതെല്ലാം ഇതുപോലെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറേ നാളുകൾ കൂടി ഇതുപോലെ പച്ചക്കറികൾ കഴിക്കാം. അപ്പോൾ ഈ പച്ചക്കറികൾ തീരുന്ന മുറയ്ക്ക്, അതായത് തീരുമെന്ന് കാണുന്ന മുറയ്ക്ക് അടുത്ത ജനറേഷൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. വർഷത്തിൽ 365 ദിവസവും കോവയ്ക്ക ഉപ്പേരി കൊടുത്താൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ കോവയ്ക്ക വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലുണ്ട്. അതിങ്ങനെ ഒരു സൈഡിൽ പടർത്തി നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. മുകളിലാണ് കായൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് വീടിൻ്റെ സൈഡിൽ വെയിലുള്ള ഭാഗത്ത് പടർത്താവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പച്ചക്കറി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി നോക്കുക. വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഏത് സീസണിലും ചെയ്യാൻ പറ്റിയ സംഭവമാണ് കോവയ്ക്ക, അതുപോലെ വഴുതന, വെണ്ട, പയർ എനിക്ക് അത്ര അറിയില്ല, എല്ലാ സീസണിലും ഒരുപോലെ കുറേ ഉണ്ടാവുമെന്ന് അറിയില്ല. പയറും ഞങ്ങൾ എല്ലാ സീസണിലും നട്ടു നോക്കിയിട്ടുണ്ട്. കുറച്ച് വിളവ് ചില സമയത്ത് കുറവാണെങ്കിലും അതും കിട്ടാറുണ്ട്. അതുപോലെ പച്ചമുളക്, ഈ വക കാര്യങ്ങൾ, ചീര പിന്നെ എല്ലാ സീസണിലും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. വിഷമയമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.